എല്ലാവർക്കും ഫിഷിംഗ് ഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ കൂടുതൽ വിടുന്നത് നമ്മൾ ഫിഷിങ്ങും കുക്കിങ്ങും ആയിരിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയി പിടിച്ചുകൊണ്ട് വന്ന വാഹയാണിത്. അതിൻ്റെ തലഭാഗമാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം വാഹ പിടിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യാം. ഇതുകൊണ്ട് നമ്മളിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവനെ ഒന്ന് വെട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ വാഹയുടെ തല വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡുകളിലും നല്ല രീതിക്ക് ചെതുമ്പലുണ്ട്. അത് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ ആവിക്ക് വെച്ച് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് മസാലകളെല്ലാം ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് വേറൊരു രീതിയിലാണ് നമ്മളിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. ഇത് മീൻ നമ്മൾ ആവിക്ക് കയറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 5 ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാം. അപ്പം ഇത് നമുക്ക് ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് മീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തന്നെ ഉരുളക്കിഴങ്ങും നമ്മൾ ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനും ഉരുളക്കിഴങ്ങും ഏകദേശം ഒരേ സമയം കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാം. അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കുക. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കരിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ സവോള ഒരു 2 സവോള ചേർത്ത് ചിലപ്പോൾ ഉപ്പൂടെ ചേർത്ത് ഒരു മീഡിയം രീതിയിലൊന്ന് വഴട്ടിയെടുക്കണം. നമ്മൾ നേരത്തെ ആവിക്ക് വെച്ച് വേവിച്ച വാഹയുടെ തല, അതിൻ്റെ മീറ്റ് മുഴുവൻ നമ്മൾ തലേന്ന് വേർതിരിച്ചെടുത്തു. അപ്പോൾ അതിനകത്തുള്ള മുഴുത്ത കഷ്ണങ്ങളെല്ലാം നമ്മൾ കൈക്ക് തന്നെ തിരുമി അത് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. പൊടി പോലാക്കി നമ്മളെടുക്കും. ഈ പൊടിച്ച് വെച്ചേക്കുന്ന മീനിനകത്തോട്ട് നമ്മൾ കുറച്ച് മസാല ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, മീറ്റ് മസാല, ഇത്രയും സാധനം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു പാനിനകത്ത് ഒരല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ വെള്ളമയം എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അല്പനേരം ചൂടാറാനായിട്ട് വെക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല, സവോള എല്ലാം കൂടെ മസാലയാക്കി അത് അതിനകത്തിടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചായിരുന്നല്ലോ, അത് ഉടച്ചെടുത്തതാണത്. അതും ഇതിനകത്തോട്ടിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ എല്ലാം മെയിൻ പരിപാടിയിലോട്ട് കിടക്കാനായിട്ട്. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമെല്ലാം കൂടെ എടുക്കുക. എന്നിട്ട് അത് ചെറിയ ബോള് രൂപത്തിൽ നമ്മളൊന്ന് കൈക്കകത്ത് വെച്ചൊന്ന് ഉരുട്ടിയെടുക്കണം. ആദ്യം അങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് അത് കിട്ടും. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് 2 മുട്ട നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചായിരുന്നു, അതിനകത്തോട്ടൊന്ന് മുക്കുക. എന്നിട്ട് കുറച്ച് ബ്രെഡിൻ്റെ പൊടി അതിനകത്തോട്ടും ഇതുപോലെ മുക്കി ഒന്ന് എല്ലായിടത്തും പറ്റുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇതിൻ്റെ അവസാനത്തെ അംഗത്തിലോട്ട് കിടക്കുക. നമ്മളൊരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ തീയ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ 2 മിനിറ്റ് കൂടുമ്പോൾ തന്നെ നമ്മളിവനെ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 2 തവണ മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ഇത് കഴിക്കാനുള്ള പരുവത്തിലേക്ക് ആയി കിട്ടും. ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ടേസ്റ്റ് ചെയ്തുകൂടെ. എൻ്റെ അഭിപ്രായം ഞാൻ ബാക്കിയുള്ളത് പറയാം. ഹായ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ
വാഹയുടെ തല കൊണ്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. അത് നമ്മൾ കട്ട്ലേറ്റ് എല്ലാം റെഡിയായി. ഇനി നമ്മളിത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണോ. ഇപ്പം ഈ വാഹ കഴിക്കുന്നവരൊക്കെ ഈ പലരും ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും വാഹ ഉപയോഗിക്കാതിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിന് ഇത്രയും ടേസ്റ്റ് ഉള്ളതുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.